ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ നമ്മൾ പാലക്കാട് പോയിട്ട് നെല്ലിയാമ്പതി കാണിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് അവിടെയുള്ള കേശവൻ പാറയിലോട്ടാണ്. അപ്പോൾ കേശവൻ പാറയിലോട്ട് പോണ കാര്യങ്ങളാണ്. നെല്ലിയാമ്പതിയിൽ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് കേശവൻ പാറ. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകണം. ഒരാൾക്ക് 25 റുപ്പീസ് ആയിട്ടാണ് തോന്നുന്നത് ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ നെല്ലിയാമ്പതിയിൽ വണ്ടിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രാവിലെ പോകണം കേട്ടോ. രാവിലെ പോയിട്ട് മല കയറി നെല്ലിയാമ്പതി മല കയറി ഓറഞ്ച് ഫാമൊക്കെ കണ്ട് തിരിച്ച് കേശവൻ പാറ കണ്ട് അങ്ങനെ വരാം നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പോയത് തിരക്കുണ്ട്. അവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഫ് റോഡാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടികൾ കയറാൻ സമ്മതിക്കില്ല. നമ്മൾ നടന്നു വേണം പോകാൻ. അപ്പോൾ അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നവരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്ലിപ്പർ പോലത്തെ ചെരുപ്പിട്ട് പോകുക. എന്ന് വെച്ചാൽ വലിയ വലിയ ഉരുളൻ കല്ലുകളാണ് നമ്മൾ പോണ വഴിക്കുള്ളത്. അപ്പോൾ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല സ്പോർട്സ് ഷൂ ടൈപ്പ് ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് കേശവൻ പാറ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ കുറേ സ്കൂൾ കുട്ടികൾ കാണാൻ വന്നിട്ടുണ്ട്. അവർ കണ്ട് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ പാറ കയറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വേണം നിങ്ങൾ പോകാനും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ചെരുപ്പ് അഴിച്ചിട്ട് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല വെയിലുണ്ടെങ്കിൽ പാറ നല്ല ചൂടുണ്ടാകും. അപ്പോൾ ചവിട്ടി കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വേണം. അത്യാവശ്യം റിസ്കി മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കയറാൻ ചെയ്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ വേർത്താണ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കേശവൻ പാറയിൽ ഇവിടെ കാണാൻ പറ്റുക. മുകളിൽ നല്ല തെളിഞ്ഞ നീല ആകാശം, താഴെ നല്ല വരച്ച് വെച്ച പോലെ ചെറിയൊരു തടാകമല്ല, അതുപോലെ തന്നെ എന്ത് ഭംഗിയാണ് കാണാനെന്ന് പറയുക. നീല ആകാശം, താഴെ നീല കടൽ, പിന്നെ സൈഡിൽ പച്ചപ്പ്, മരങ്ങൾ, ഭയങ്കര കാറ്റ്. അപ്പോൾ എന്തായാലും ഡിസംബർ സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല തണുത്ത കാറ്റുണ്ടാകും. വൈകുന്നേരം ഒരു 4 മണി മുതലൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3:30-4 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5:30 മണിയാകുമ്പോൾ തിരിച്ചു പോകാം. മേ ബി 6 മണി വരെ ഇവിടെ ഉണ്ടാവുകയുള്ളായിരിക്കും. എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ അത്ര മണി വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരുപാട് ആളുകൾ, വയ്യാത്ത ആളുകൾ അടക്കം ഇവിടെ കയറി വന്ന് ഇത് ആസ്വദിച്ച് ചിലവർ കുടയൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉച്ച സമയത്താണ് വരുന്നതിൽ കുടയൊക്കെ ആയിട്ട് വന്നോളൂ. നല്ല വെയിലാണ്. വെള്ളം മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. ഇവിടെ അടുത്ത് ഷോപ്പൊന്നുമില്ല. അപ്പോൾ ഷോപ്പില്ല എന്ന് ആദ്യമേ പറയുന്നു. പിന്നെ ഈ വ്യൂ പോയിന്റിൽ എന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. പക്ഷേ അതിനെക്കാട്ടി ഏറ്റവും ഭംഗി ഈ മലയുടെ മുകളിൽ നിന്നിട്ടുള്ള ഈ കാഴ്ചകളാണ്. എനിക്ക് ആ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകളെക്കാട്ടും ഭംഗി ഫോട്ടോസ് എടുക്കാനൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത്. അപ്പോൾ പാലക്കാട് ജില്ലക്കാർക്കൊക്കെ വളരെ അടുത്താണ് നെല്ലിയാമ്പതിയിൽ വന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വട്ടയിൽ നിങ്ങൾ വന്ന് കാണുക. നമ്മൾ വേറെ ഇന്ത്യയിലാണോ കേരളത്തിലാണോ എന്നൊക്കെ സംശയിച്ച് പോകുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ചെറിയ തടാകം പോലെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കേശവൻ പാറ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിൽ തന്നെ പോത്തുണ്ടി ഡാമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോത്തുണ്ടി ഡാം ഒരു വട്ടം ഞാൻ കണ്ടതാണ് കോളേജ് ട്രിപ്പ് വന്നപ്പോൾ പോലും. എന്നാൽ പോലും കുറേ വർഷങ്ങൾക്ക് മുന്നേ 10-18 വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര ടിക്കറ്റ് 20 ആണോ 10 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എൻട്രി ടിക്കറ്റ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. എടുത്ത് കയറണം. അപ്പോൾ അവിടെ കുറേ പാർക്ക് പോലെയാണല്ലോ. അതിൻ്റെ എൻട്രൻസിൻ്റെ കയറി കഴിഞ്ഞാൽ കുറേ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും പാർക്കും ഐസ്ക്രീം ഷോപ്സും സ്നാക്സ് അങ്ങനത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കയറണം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി ആയിട്ടില്ല ഞങ്ങൾ കയറിയപ്പോഴും. നല്ല വെയിലാണ്. ആ വെയിലത്താണ് നമ്മളിപ്പോൾ ഇത്രയും സ്റ്റെപ്പ്. ഏകദേശം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുക, എന്നിട്ട് ഡാമിൻ്റെ മുകളിലത്ത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ചൂടുള്ള കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഡാമിൻ്റെ മുകളിൽ കൂടെ അധികം കേശവൻ പാറയിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് ഡാമിൻ്റെ മുകളിൽ കൂടെ ഞാൻ അധികം നടന്നിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്തു. എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. കൂടുതൽ ഡാം അങ്ങോട്ട് നടക്കാൻ വയ്യ. അത്രയും വെയിലുണ്ടായിരുന്നു. അപ്പം നടക്കാൻ വയ്യാത്തത് കാരണം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഡാമിൻ്റെ. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ആൾക്കാർ ഇരിക്കുന്ന ഏരിയയിലോട്ടും പാർക്കിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. മുന്നിലൊക്കെ ഭയങ്കര തിരക്കുണ്ട്. കുറേ വണ്ടികളും കുറേ ഫാമിലീസ് ഇങ്ങനെ ട്രാവലറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പ്ലേ ഏരിയാസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു വൈകുന്നേരമൊക്കെ 4 മണിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയായ കാരണം പാറ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായിപ്പോയി. പിന്നെ കൂടുതൽ പോത്തുണ്ടി ഡാം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയാസ്, ഇരിക്കാനുള്ള ഇടങ്ങൾ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക
ചെറിയൊരു തടാകങ്ങൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ടിക്കറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ വരുള്ളൂ. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. 10-20 രൂപ ഒരാൾക്ക് വരുള്ളൂ, അത്രേ വരുള്ളൂ. പിന്നെ ടോയ്ലറ്റ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെള്ളം ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ വെള്ളം കരുതണമെന്ന് പറയുന്നു. വെള്ളം അവിടെ വാങ്ങാൻ കിട്ടും, ഐസ്ക്രീംസ് വാങ്ങാൻ കിട്ടും. അറിയാലോ, നോർമലി കേരള ഗവൺമെൻറ് സർക്കാരിൻ്റെ അണ്ടറിലാണ് അതൊക്കെ വരിക. അപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.